ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമസ്കാര സമയത്തിൻ്റെ അറിയിപ്പുകൾ കേൾക്കേണ്ട മിനാരങ്ങളിൽ നിന്നും ഒരു ദിവസം 5 നേരത്തെ നമസ്കാരത്തിൻ്റെ അറിയിപ്പുകളാണ് അദാനായി നാം കേൾക്കുന്നത്. ചില ദിവസങ്ങളിൽ അതിനേക്കാളും കൂടുതൽ മരണവാർത്തകളാണ് നാം നമ്മുടെ പരിസരങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മരണത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ കൂടി നാം മനസ്സിലാക്കിയത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള മുസീബത്തുകൾ കേൾക്കുമ്പോൾ, മരണവാർത്തകൾ കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുന്നവരാണ് നാം. പലപ്പോഴും നമ്മുടെ ചുണ്ടുകൾ അതിനുവേണ്ടി മന്ത്രിക്കുന്നതാണ്. അള്ളാഹുവേ, ഞങ്ങളൊക്കെ നിന്നിൽ നിന്നുള്ളതാണ്, നിന്നിലേക്ക് തന്നെയാണ് മടക്കം എന്നാണ് അതിൻ്റെ സാരാംശം. ഓരോ മരണവാർത്തകൾ അറിയുമ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്ത ഇതുപോലെ ഒരു മരണവാർത്ത എന്നെക്കുറിച്ചായിരിക്കുമല്ലോ. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുകയാണ്. സൂറത്തുൽ ഗാഫിറിലെ 67-ാമത്തെ ആയത്തിൽ കൂടി, വമിൻകും മൻ യുതവഫാ മിൻ ഖബ്ൽ, നിങ്ങളിൽ നിന്നും അവർ നേരത്തെ പോയവരാണ്. വലിതബ്ലഗു അജലൻ മുസമ്മാ, അള്ളാഹുവിൻ്റെ അജല് അവർക്ക് എത്തിക്കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങളിൽ നിന്നും അവർ നേരത്തെ പോയി. വലഅല്ലക്കും തഅഖിലൂൻ, എന്തിനു വേണ്ടിയാണ്? നിങ്ങളിൽ നിന്നും നേരത്തെ പോയത് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ്. ഇതുപോലെ ഒരു മരണവാർത്ത എന്നെക്കുറിച്ചും ജനങ്ങൾ പറയുമല്ലോ, എൻ്റെ മരണവാർത്ത കേട്ടുകൊണ്ട് ജനങ്ങൾ ഇന്നാ ലില്ലാഹി പറയുമല്ലോ എന്ന് ചിന്തിക്കുവാനും ആലോചിക്കുവാനും വേണ്ടിയാണ് നിങ്ങളിൽ നിന്നും അവർ നേരത്തെ അള്ളാഹുവിൻ്റെ അജലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും പോയത് എന്ന് വിശുദ്ധ ഖുർആനിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന. അത് എത്ര ഒഴിഞ്ഞാലും ആ മരണവെപ്രാളവുമായി കൊണ്ടുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളെ പിടികൂടും. വജാഅതു സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്, മരണവെപ്രാളവും കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരിക തന്നെ ചെയ്യും. അത് സുനിശ്ചിതമായ ഒരു കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യവുമായി നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ദാലിക മിൻ മാ കുൻത മിൻഹു തഹീദ്, അത് നിങ്ങൾ എത്ര തന്നെ മാറി നിന്നാലും, അതിൽ നിന്ന് എത്ര തന്നെ ഒഴിഞ്ഞിരുന്നാലും, മരണവെപ്രാളവുമെന്ന ആ സത്യം, ആ ഹക്ക് നിങ്ങളുടെ അടുക്കൽ വരിക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫിലെ 19-ാമത്തെ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് നിരന്തരമായി ഓർമ്മപ്പെടുത്തി തരുകയാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലെ മരണവാർത്ത കേൾക്കുമ്പോഴുള്ള നമ്മുടെ ചിന്ത നമ്മെക്കുറിച്ചായിരിക്കണം, അല്ലാതെ അവരെക്കുറിച്ചല്ല. അവർ ചെയ്ത അമലുകളുമായി റബ്ബിൻ്റെ അടുക്കൽ അവർ എത്തിക്കഴിഞ്ഞു. അതുപോലെ ഒരു വിളിക്കുത്തരം നൽകേണ്ട നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട് കൈമുതൽ, നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളാണ് ഇന്നത്തെ ഖുതുബയിൽ കൂടി നാം മനസ്സിലാക്കുന്നത്. ചിലരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലർ നിലവിളിക്കുകയാണ്, ചിലർ അട്ടഹസിച്ചുകൊണ്ട് മലക്കൽ മൗത്തിനോട് പറയുകയാണ്, റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ചില മനുഷ്യരുടെ മരണസമയത്തുള്ള വിഹ്വലതകളെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 44-ാമത്തെ വചനമാണ് ഇത് സംബന്ധമായി വിശുദ്ധ ഖുർആനിലെ കൃത്യമായിട്ടുള്ള വിശ്വാസികൾക്കുള്ള പാഠം. അത്തരം ഒരു ദുസ്ഥിതി നമുക്കുണ്ടാകരുത്.
അത്തരം ഒരു വെപ്രാളവുമായി കൊണ്ടുള്ള മരണത്തെ അഭിമുഖീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം പെടരുത്. അതിനുവേണ്ടിയാണ് ഈ മരണങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നാം വിചിന്തനമായി നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. നോക്കൂ, മരണസമയത്ത് റബ്ബിനെ വിളിക്കുകയാണ് അവർ. റബ്ബനാ അഖ്റനാ ഇലാ അജലിൻ ഖരീബ്, ഒന്ന് സമയം നീട്ടിത്താ അല്ലാഹ്, ഒരല്പം മതി. ഖരീബ്, വളരെ കുറഞ്ഞ സമയം ഒന്ന് നീട്ടിത്താ റബ്ബേ. നുജിബു ദഅവതക വനത്തബിഉൽ റുസുൽ, ഞാൻ ഉത്തരം നൽകാം റബ്ബേ, നീ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാം. പ്രവാചകന്മാർ എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ചുകൊണ്ട് ഞാൻ ഉത്തരം ചെയ്യാം റബ്ബേ. ഇത് അള്ളാഹുവിൻ്റെ കലാമിലെ വചനാമൃതങ്ങളാണ്, അള്ളാഹുവിൻ്റെ കലാമിലെ ആയത്തുകളാണ് വിശ്വാസികളെ. മരണം പിടികൂടുന്ന സമയത്തുള്ള അവൻ്റെ കാരണമാണ്, ബോധ്യപ്പെടുത്തുകയാണ്. റബ്ബേ, ഒരല്പം ഒന്ന് നീട്ടിത്ത അല്ലാഹ്, നിന്റെ കൽപ്പനകൾക്കെല്ലാം വിധേയരായി ജീവിക്കാം. പ്രവാചകൻ എന്തു കൊണ്ടുവന്നുവോ ആ പ്രവാചകന് നാം ഉത്തരം നൽകും എന്നുള്ള ഉറപ്പ് മരണസമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്. അള്ളാഹുവിൻ്റെ മറുപടിയാണ്, അവലം തകൂനു അഖ്സംതും മിൻ ഖബ്ൽ, സത്യം ചെയ്ത് ഞാൻ പറഞ്ഞതല്ലയോ മറ്റൊരു ലോകത്തേക്ക് പോകേണ്ടി വരുമെന്ന്. മാലക്കും മിൻ സവാൽ, ഞാൻ സത്യം ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. ഈ ലോകമല്ല, മറ്റൊരു ലോകത്തേക്ക് നിങ്ങളെ മാറ്റേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പോഴൊക്കെ നാം പ്രയാസത്തോടുകൂടി പറയുന്ന രംഗങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ. അല്ലാഹ്, ദുർബലരായി പോയി ഞങ്ങൾ, നാട്ടിൽ ന്യൂനപക്ഷങ്ങളായി പോയി, അടിച്ചമർത്തപ്പെട്ടവരായി പോയി അല്ലാഹ്, അതുകൊണ്ട് ഈ ഒരു ദയനീയതയിൽ നിന്നും ഒന്ന് മാറ്റിത്തരണേ എന്ന് റഹ്മാനായ റബ്ബിനോട് പറയുമെന്നാണ്. എന്ത് നിലപാടിലായിരുന്നു നിങ്ങൾ ജീവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, ഭൗതികതയിൽ ആകൃഷ്ടരായിക്കൊണ്ട് സുലോലവതയ്ക്ക് വേണ്ടി ഞാൻ നാട്ടുകാരോടൊപ്പം നിന്നു റബ്ബേ. മറ്റു പലതും പ്രലോഭനവുമായി കൊണ്ടുവന്നതിൽ ഞാൻ അവരുടെ മുന്നിൽ ഞാൻ അടിമയായി ജീവിച്ചു റബ്ബേ. അവർക്ക് മുന്നിൽ എല്ലാം സമർപ്പിച്ചു അല്ലാഹ്. ഒറ്റപ്പെട്ടു പോകും അല്ലാഹ്, കുറഞ്ഞ ആൾക്കാരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലാഹ്, മഹാഭൂരിപക്ഷവും ഞങ്ങൾക്കെതിരായിരുന്നു റബ്ബേ. ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴേക്കും വല്ലാതെ ഞങ്ങളെ പീഡിപ്പിച്ച ഒരു മഹല്ലിൽ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? അതുകൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ജീവിച്ചു എന്ന് റഹ്മാനായ റബ്ബിനോട് പറയുമ്പോഴാണ് ഉത്തരം കൃത്യമാണ്. പോയിക്കൂടെ വേറെ നാട്ടിലേക്ക്? അടിച്ചമർത്തപ്പെട്ടവരായി നിങ്ങൾ കഴിഞ്ഞിരുന്നുവെങ്കിൽ വിശാലമായ ഭൂമിയല്ലയോ എന്റേത് എന്ന് പറയുന്ന റഹ്മാനായ റബ്ബിന്റെ വചനാമൃതങ്ങളാണ് സൂറത്തുൻ നിസായിലെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റബ്ബിർജിഊൻ, ഒന്ന് മടക്കം താ അല്ലാഹ്, ഒരു തിരിച്ചുപോക്ക്. ലഅല്ലി അഅമല സ്വാലിഹൻ ഫീമാ തറക്ത്, ഒഴിവാക്കിയതെല്ലാം ഞാൻ ചെയ്യാം റബ്ബേ. പഠിച്ചു ഖുർആനിൽ നിന്നും മനസ്സിലാക്കി സുന്നത്തിൽ നിന്നും ഉൾക്കൊണ്ട് വിദ്യാർത്ഥികൾ അതിനെ ഗൗരവപൂർവ്വം കണ്ടില്ല റബ്ബേ. ഒഴിവാക്കിയതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൊള്ളാമല്ല, ഒന്ന് എന്നെ മാറ്റിത്തരുമോ, ഒരല്പം കൂടി എന്നെ നീട്ടിത്തരുമോ എന്ന് റഹ്മാനായ റബ്ബിനോട് പറയുമ്പോൾ മനുഷ്യന്റെ ഭാവിയും എല്ലാ കാലവും അറിയുന്ന റഹ്മാനായ റബ്ബ് പറയുകയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വെറും വാക്കാണ്, വെറും വാക്കാണ്. നിന്റെ എത്ര വയസ്സുവരെയാ നിനക്ക് നാം ആയുസ് തന്നത്, എത്രയാ നിനക്ക് തന്നത് എന്ന് റഹ്മാനായ റബ്ബ് നമ്മോട് ചോദിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു ഉണർവിന് വേണ്ടി, ഒരു പുനർവിചിന്തനത്തിന് വേണ്ടി, ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനങ്ങളാണ് വിശ്വാസികളെ. മറ്റൊരായത്തിൽ കാണാം, സൂറത്തു സജദയുടെ 12-ാമത്തെ വചനത്തിൽ റബ്ബനാ അബ്സറനാ വസമിഅനാ, കണ്ടു റബ്ബേ, കേട്ടു റബ്ബേ, ഫർജിഉനാ നഅമൽ സ്വാലിഹാ ഇന്നാ മൂഖിനൂൻ, ഉറപ്പാണ് ഞങ്ങൾക്ക്, ഒന്ന് തിരിച്ചു വിട റബ്ബേ. ഒഴിവാക്കിയ അമലുകളൊക്കെ ചെയ്യാം, സ്വാലിഹായ അമലുകൾ ചെയ്യാം.
ഇതുവരെയും ചെയ്തിരുന്നത് നാട്ടിൽ നടക്കുന്ന ആചാരമനുസരിച്ചുകൊണ്ടാണ്. റബ്ബേ, ഒരൽപ്പം സാവകാശം എനിക്ക് നീ നൽകിയാൽ ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ അമലുകൾ ചെയ്തുകൊണ്ട് നിനക്ക് വിധേയനായിക്കൊണ്ട് ഞാൻ ജീവിക്കാമെന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. ഫഖാലു, ചിലർ പറയുമെന്നാണ്, യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. അല്ലാഹുവേ, എത്ര നന്നായിരുന്നു ഒന്ന് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. നിഷേധിച്ചതെല്ലാം ഉൾക്കൊള്ളാം റബ്ബേ, നിന്റെ ആയാത്തുകളെയൊക്കെ കളവാക്കിയിരുന്നു റബ്ബേ, ഞാൻ യഥാർത്ഥ സത്യവിശ്വാസികളായിക്കൊണ്ട് ജീവിക്കാമല്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ സമയത്തെ നിലവിളികൾ ലോകത്തൊരു മനുഷ്യരും കേട്ടിട്ടില്ല. അതിനുള്ള കർണപുടങ്ങൾ റഹ്മാനായ റബ്ബ് ആർക്കും കൊടുത്തിട്ടില്ല. മറ്റു ചില സൃഷ്ടികൾ കേൾക്കുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെടുന്നവരുടെ വെപ്രാളങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, അവരുടെ വിഹ്വലതകൾ കേട്ടിരുന്നുവെങ്കിൽ മനുഷ്യ നീ അധികമൊന്നും ചിരിക്കുകയില്ല എന്നും പ്രവാചക പുങ്കവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് മാറ്റിത്തരുമോ റബ്ബേ ഇതിൽ നിന്നും? വലൗ റുദ്ദൂ ലആദൂ ലിമാ നഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. എന്തിനെയാണോ നീ വിലക്കിയത് അനുസരിച്ചുകൊണ്ട് ജീവിക്കാം റബ്ബേ. ഒന്ന് തിരിച്ചയച്ചാൽ നിനക്ക് കീഴ്പ്പെടുന്ന യഥാർത്ഥ സച്ചരിതരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾക്കൊള്ളാം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നിലവിളിക്കുന്ന രംഗങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 37-ാമത്തെ ആയത്ത് നോക്കൂ. വഹും യസ്തരിഖൂന ഫീഹാ. പരലോകത്ത് കടന്നുകൊണ്ട് നിലവിളിക്കുമെന്നാണ് റഹ്മാനായ റബ്ബിനെ വിളിച്ചുകൊണ്ട്. റബ്ബനാ അഖ്രിജ്നാ, ഒന്ന് പുറത്താക്കുമോ അല്ലാ, ഇതിൽ നിന്നും ഒരു മോചനം തരുമോ റബ്ബേ. നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഒഴിവാക്കിയ അമലുകളൊക്കെ ഞാൻ ജീവിതത്തിൽ അടയാളപ്പെടുത്തിക്കൊള്ളാം റബ്ബേ. അല്ലാഹുവിന്റെ ചോദ്യം മറുപടി ഉണ്ടല്ലോ, അവലം നുഅമ്മിർ മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ആലോചിക്കുന്ന മനുഷ്യന് ആലോചിക്കുവാൻ എത്ര സമയമാണ് നൽകിയത്, എന്നിട്ടും എന്തേ നിങ്ങൾ ഉൾക്കൊള്ളാതെ പോയത്? വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പുകാർ നിങ്ങൾ അടുക്കലേക്ക് വന്നില്ലയോ? ഖുർആനും സുന്നത്തിന്റെയും പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചില്ലയോ? നിങ്ങൾക്ക് കൃത്യമായി ഉൾക്കൊള്ളുവാൻ സമയമായില്ലയോ? അതുകൊണ്ട് ചിന്തിക്കുവാനുള്ള സമയങ്ങളൊക്കെ നൽകി ഇനി ഒരു മടക്കമില്ല എന്ന് പറയുന്ന റഹ്മാനായ റബ്ബിന്റെ ആയത്തുകളാണ് വിശ്വാസികളെ. അത്തരം ഒരു അവസ്ഥയിൽ നമ്മുടെ മരണത്തിൻ്റെ സമയം നമ്മുടെ ജീവിതം പെടരുത്. അങ്ങനെ ഒരു നിലവിളികൾക്കുള്ള അവകാശികളായി നാം മാറരുത് വിശ്വാസികളെ. അതിനുവേണ്ടിയാണ് ഈ ആയത്തുകൾ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുന്നറിയിപ്പുകളായിട്ട്. നാം സ്വീകരിക്കേണ്ട മരണസമയത്തെ മലക്കുകളുടെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടുള്ള ആ ഒരു ശുഭവാർത്ത കേട്ടുകൊണ്ടായിരിക്കണം, അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരിക്കണം ഈ ചുരുങ്ങിയ ആയുസ്സിൽ. റഹ്മാനായ റബ്ബ് വിശ്വാസികളോട് പറയുന്ന ഇത്തരം മരണങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്ന് സൂറത്തുൻ നഹലിലെ 32-ാമത്തെ ആയത്ത്. അതായിരിക്കണം വിശ്വാസികളെ നാം ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതും അതിനായി പ്രാർത്ഥിക്കേണ്ടതും. യഖൂലൂൻ, മലക്കുകൾ പറയുന്ന സന്തോഷകരമായിട്ടുള്ള ശുഭവാർത്തയാണ്. സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമാണ്, പ്രവേശിച്ചുകൊള്ളുക. നിർഭയത്വത്തോടുകൂടി നിങ്ങൾ ഈ അല്ലാഹുവിൻ്റെ വരദാനമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്, ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിച്ചതിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അടിയാറുകളെ വിളിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയുകയാണ്, സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ക്ഷമയാണ് നിങ്ങൾ ജീവിതത്തിൽ കൈക്കൊണ്ടത്. അള്ളാഹുവിൻ്റെ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴേക്കും ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരുപാട് അക്ഷമതയുടെ സമയമുണ്ടായിട്ടും, ഒരുപാടൊക്കെ നിങ്ങളെ നൊന്ത് നോവിച്ചിട്ടും, ഒരുപാട് നിങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടും റഹ്മാനിന് വേണ്ടി നിങ്ങൾ ക്ഷമിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിർഭയത്വത്തോടുകൂടി ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രതിഫലമെന്ന് വിശുദ്ധ ഖുർആൻ. ലാ യഹ്സനുഹുൽ ഫസഉൽ അക്ബർ. മഹാവിപത്ത് നിങ്ങളെ ബാധിക്കുകയില്ല അടിയാറുകളെ.
നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ചതിൻ്റെ പേരിൽ, ക്ഷമിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സംഭ്രമം നിങ്ങളെ ബാധിക്കുകയില്ല, ഏറ്റവും വലിയ വിപത്ത് നിങ്ങളെ ബാധിക്കുകയില്ല. വതതലഖാഹുൽ മലായിക ഹാദാ യൗമുകും അല്ലദീ കുൻതും തുഅദൂൻ. മലക്കുകൾ നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു രംഗത്തിന് വേണ്ടിയാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തേണ്ടത്. റഹ്മാനായ റബ്ബിന്റെ വഅദയാണിത്, ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. സന്തോഷത്തോടുകൂടി മലക്കുകൾ നമ്മോട് പറയുന്ന രംഗങ്ങളാണ് വിശ്വാസികളെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. കൊതിക്കേണ്ടവരാണ് വിശ്വാസികളെ. ആ മലക്കുകളുടെ ശുഭവാർത്തകൾ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കേണ്ടവരാണ് നാം. ആ വിളിക്കുത്തരം നൽകേണ്ടവരാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തിയടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ, നിന്റെ രക്ഷിതാവിന്റെ തൃപ്തി നേടിക്കൊണ്ടും ആ റബ്ബിന്റെ തൃപ്തി ലഭിച്ചുകൊണ്ടും ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിയാറുകളെ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്ന ആ ഒരു രംഗത്തിന് വേണ്ടിയാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതവും നമ്മുടെ ആയുസ്സും നമ്മുടെ പ്രവർത്തനങ്ങളും ബാക്കി വയ്ക്കേണ്ടത്. ആ മലക്കുകളുടെ സന്തോഷ വാർത്ത അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സമാധാനമടഞ്ഞ ആത്മാക്കളായിരിക്കണം വിശ്വാസികളെ നമ്മുടെ ഓരോ ജീവിതവും, നമ്മുടെ ഓരോ നഫ്സും സമാധാനമടഞ്ഞവരായിരിക്കണം. ജീവിതത്തിൽ ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ അതിന് ലംഘിക്കാതെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ആ ജീവിതം അടയാളപ്പെടുത്തി ഈ ലോകത്ത് നിന്നും വിട പറയുമ്പോൾ അങ്ങനെ ഒരു ആത്മാവായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുവാൻ സാധിക്കും വിശ്വാസികളെ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളത് എല്ലാവർക്കും കരഗതമാക്കുവാൻ സാധിക്കുകയില്ല വിശ്വാസികളെ. അള്ളാഹുവിന്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവന്റെ ലിഖാഉം റിളായും മാത്രമായിരിക്കണം വിശ്വാസികളുടെ കൈമുതൽ. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം വിശ്വാസികളെ. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളത് വമ്പിച്ച സൗഭാഗ്യമാണ്. അള്ളാഹുവിന്റെ കലാമിലെ ആയത്ത് വരുവാനും മിനല്ലാഹി അക്ബർ, ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. വറളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സമൂഹം, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു സമൂഹം കടന്നു പോയിട്ടുണ്ട്. അവരെ അനുധാവനം ചെയ്യുന്നവരും അത്തരം സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂറത്ത് തൗബ 100-ാമത്തെ ആയത്തിൽ കൂടി വിശ്വാസികളെ ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട്. അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ ആയത്ത് നമുക്ക് പലപ്പോഴും ഹൃദ്യസ്ഥമാണ്. വമിനന്നാസ്, ജനങ്ങളിൽ ചിലരുണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സ്വന്തം ശരീരത്തെ വിൽക്കുന്നവർ. നമ്മെക്കൊണ്ട് സാധ്യമല്ല വിശ്വാസികളെ. നമ്മുടെ നഫ്സിനോട് ചോദിക്കുക സാധ്യമാണോ എന്ന്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയും അവന്റെ റിളാക്ക് വേണ്ടിയും നമ്മുടെ ജീവിതത്തെ വിൽക്കുക. അതാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പല മുഫസ്സിരീങ്ങളും പറഞ്ഞു, അതാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. നാം ചർച്ച ചെയ്തു ഈ വിഷയം. ഹിജ്റയ്ക്ക് പോകുവാൻ മക്കയിൽ നിന്നും തയ്യാറെടുക്കുന്ന സമയത്ത് സമ്പാദിച്ച സമ്പാദ്യങ്ങളുമായിട്ട് മദീനയിലേക്ക് പോകുവാൻ പലായനം ചെയ്യുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഖുറൈശികൾ പറഞ്ഞു, എവിടേക്കാ പോകുന്നത്? ശുദ്ധ കൈകളുമായിട്ട് മക്കയിൽ വന്നത്, അതുപോലെ തിരിച്ചു പോയിക്കൊള്ളണം മദീനയിലേക്ക്. സുഹൈബിന്റെ കച്ചവടം എത്ര ലാഭകരമാണ് എന്ന് പ്രവാചക പുങ്കവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്. അവരാണ് സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവരാണ്. ദീനിന് വേണ്ടി സമ്പാദിച്ചതൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തവും പ്രീതിയും കാക്ഷിച്ചുകൊണ്ട് ഉപേക്ഷിക്കേണ്ട വരുന്ന സമയത്ത് അത് ഉപേക്ഷിക്കുവാൻ, ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ തയ്യാറായവരാണോ അവരാണ് റഹ്മാനായ റബ്ബിന്റെ പ്രീതി നേടിയവർ.
അവരെക്കുറിച്ചാണ് റഹ്മാനായ റബ്ബ് തൊട്ടടുത്ത് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. അവരാണ് അള്ളാഹുവിൻ്റെ പ്രീതിയും തൃപ്തിയും നേടിയവർ. പൂർണ്ണമായും അള്ളാഹുവിൻ്റെ മതത്തിൽ പ്രവേശിക്കുന്നവരാണ്. ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കുകയും അനിഷ്ടകരമായതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നവനല്ല ഈ ആയത്തിൻ്റെ പരിധിയിൽ വരിക. അള്ളാഹുവിൻ്റെ പ്രീതി നേടിയവൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളയും അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞതെന്തോ അതവൻ്റെ ജീവിതത്തിൽ അനിഷ്ടകരമായാലും, നാട്ടുകാർക്ക് അനിഷ്ടകരമായാലും, വേണ്ടപ്പെട്ടവർക്ക് അതൃപ്തിയായാലും അത് ജീവിതത്തിൽ പൂർണ്ണമായും അതിലേക്ക് പ്രവേശിക്കണം. ദീനിൻ്റെ മാർഗത്തിൽ അവിടെ നമ്മുടെ അതൃപ്തിയല്ല, നമ്മുടെ അനിഷ്ടകരമല്ല, നമ്മുടെ തൃപ്തിയല്ല അവിടെ പരിഗണിക്കേണ്ടത്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലിനുമാണ് നാം പരിഗണന നൽകേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ. തൊട്ടടുത്ത ആയത്ത് നോക്കൂ, ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാത്ത്. വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി, ആദർശം നിങ്ങളുടെ അടുക്കൽ വന്നു, ഖുർആനും സുന്നത്തും നിങ്ങൾക്ക് മനസ്സിലായി, എന്നിട്ടും നിങ്ങൾ വഴുതി പോവുകയാണോ? അള്ളാഹിന്റെ ചോദ്യമാണ്. എന്നിട്ടും നിങ്ങൾ വഴുതി പോവുകയാണോ? ഭൗതികതയുടെ പേരിൽ, ദുനിയാവിൻ്റെ പേരിൽ, കച്ചവടത്തിൻ്റെ പേരിൽ ഭൗതികതയുടെ എല്ലാ അടയാളങ്ങളും നിങ്ങളെ പിടികൂടിയത് കാരണം നിങ്ങൾ മനസ്സിലാക്കിയ ആദർശത്തിൽ നിന്നും, നിങ്ങൾ മനസ്സിലാക്കിയ ആ ഒരു കൂട്ടായ്മയിൽ നിന്നും നിങ്ങൾ വഴുതിപ്പോവുകയാണോ എന്ന് റഹ്മാനായ റബ്ബ് ചോദിക്കുന്നത് നമ്മോടാണ്, വിശ്വാസികളോടാണ്. ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിനാത്ത്. വ്യക്തമായി മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അതിൽ നിന്നും വഴുതി പോകല്ലേ. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ മാതൃകയാക്കണം എന്ന് വിശുദ്ധ ഖുർആൻ. വിശ്വാസികളെ, റബ്ബിൻ്റെ തൃപ്തിയും പ്രീതിയുമാണ് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കേണ്ടതും റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതും. അത് ചില്ലറ കാര്യമൊന്നുമല്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റബ്ബിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ നിൽക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമല്ല. പ്രത്യേകിച്ച് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വഴുതിപ്പോകും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന നോക്കൂ, കൃത്യമായി സൂറത്തുൻ നംലിലെ 19-ാമത്തെ ആയത്തിൽ കൂടി. റബ്ബി ഔസിഉനി അൻ അഷ്കുര നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹ്, എനിക്ക് നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിനക്ക് നന്ദി കാണിക്കുവാൻ വേണ്ടി വഅൻ അഅമല സ്വാലിഹൻ തർളാഹ്, നീ തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്യുവാനും എന്നെ നീ സഹായിക്കണമല്ലാ. നോക്കൂ സഹോദരങ്ങളെ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തതെന്ന അനുഗ്രഹത്തിന് നന്ദി പറയുവാൻ, നന്ദി കാണിക്കുവാൻ, നീ തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്യുവാൻ, അല്ലാതെ നാട്ടുകാർ തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്യാനല്ല. അള്ളാന്റെ കലാമിലെ ആയത്ത് റബ്ബ് തൃപ്തിപ്പെടണം. മതത്തിൻ്റെ പേരിൽ നാം ഒരു ഇബാദത്ത്, ഒരു കാര്യം, ഒരു അമല് ചെയ്യുകയാണെങ്കിൽ അത് നാട്ടുകാരുടെയോ വേണ്ടപ്പെട്ടവരുടെയോ തൃപ്തിയല്ല നാം ആഗ്രഹിക്കേണ്ടത്. പിന്നെയോ റഹ്മാനായ റബ്ബിൻ്റെ പ്രീതിയും റിളായുമാണ് നാം ആവശ്യപ്പെടേണ്ടത്. അതാണ് സുലൈമാൻ നബിയുടെ പ്രാർത്ഥന. വനഅമല സ്വാലിഹൻ തർളാഹ്. അല്ലാഹ്, നീ തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്യാൻ എന്നെ നീ പ്രചോദിക്കണമല്ല, എനിക്ക് നീ പ്രചോദനം നൽകണമല്ല. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. സച്ചരിതരുടെ കൂട്ടത്തിൽ എന്നെയും നീ പ്രവേശിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതാരാ? ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ആ പ്രവാചകന് സ്വന്തമായി അമലുകളൊന്നും ചെയ്യുവാനുള്ള അധികാരമില്ല. അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കണം അമലുകൾ ചെയ്യുവാൻ. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത അമലുകൾക്ക് മാത്രമേ പ്രവാചകന്മാർക്ക് പോലും പരിഗണിക്കുവാൻ സാധ്യമുള്ളൂ. അല്ലാതെ പ്രവാചകനെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശേഷണത്തിൽ അവർക്ക് സ്വന്തമായി ചെയ്യുവാനുള്ള ഒരധികാരവും ഒരു പ്രവാചകന്മാർക്കും അള്ളാഹ് നൽകിയിട്ടില്ല. പിന്നെയാണോ നമ്മെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു വിശ്വാസിനി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന വ്യത്യസ്തമാണ് നമുക്ക് പലർക്കും. 40 വയസ്സ് കഴിഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫ് 46-ാം അധ്യായമാണ് 15-ാമത്തെ ആയത്താണ്. ഇവിടെ കൂടിയിരിക്കുന്ന പലരും 40 വയസ്സ് കഴിഞ്ഞു പോയവരാണ്. ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന പ്രാർത്ഥിക്കുവാൻ അല്ലാഹ് കൽപ്പിക്കുകയാണ് ആ 40-ാമത്തെ വയസ്സിൽ. അതിന്റെ രഹസ്യം നമുക്കറിയില്ല. 40 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളണം. റബ്ബി ഔസിഉനി അൻ അഷ്കുര നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. സാരം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അല്ലാഹുവേ,
എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തതെന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം. പിന്നെയോ നീ തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്യുവാൻ എന്നെ നീ സഹായിക്കണം. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഞാൻ ചെയ്യുന്ന അമലുകൾ നീ തൃപ്തിപ്പെടണം, നാട്ടുകാരല്ല, മഹല്ലല്ല, വേണ്ടപ്പെട്ടവരല്ല, റബ്ബെ നീ തൃപ്തിപ്പെടണം. ആ തൃപ്തിപ്പെട്ട അമലുകൾ നാട്ടുകാർക്കെതിരായിരുന്നാലും വേണ്ടപ്പെട്ടവർക്കെതിരായിരുന്നാലും എനിക്കൊരു പ്രശ്നവുമല്ല എന്ന് നിലപാട് സ്വീകരിക്കുന്നവനാണ് ഒരു വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ. പിന്നെ അവൻ പ്രാർത്ഥിക്കണം, അല്ലാ എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരണമേ. പലപ്പോഴും നാം മക്കളെക്കുറിച്ചുള്ള വ്യാകുലതയിലാണ്. മകൻ മകളെക്കുറിച്ചുള്ള വ്യാകുലത. പ്രാർത്ഥിക്കണം വിശ്വാസികളെ, പ്രാർത്ഥനയാണ് ആയുധം. എൻ്റെ മക്കളിൽ നിന്നും നീ എനിക്ക് നന്മ നൽകണം എന്നുള്ള പ്രാർത്ഥന 40 വയസ്സ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. ഇനി നോക്കൂ, ഒരു യാത്ര പോകുമ്പോഴേക്കും ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയിൽ പോലും റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിയാണ് നിഴലിച്ചു നിൽക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിലെ ഒരു പ്രാർത്ഥന, നിങ്ങൾ ഒരു യാത്ര പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർര വത്തഖ്വാ. അല്ലാഹുവേ, ഈ യാത്രയിൽ പുണ്യവും തഖ്വയും നിന്നോട് ചോദിക്കുകയാണ് ഞങ്ങൾ. വമിനൽ അമലി മാ തർദാ. അല്ലാഹ്, നീ തൃപ്തിപ്പെട്ട അമൽ ചെയ്യുവാനായിട്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന അമലുകൾ നീ തൃപ്തിപ്പെടണം. നാട്ടുകാർ തൃപ്തിപ്പെടരുത്, കുടുംബക്കാർ തൃപ്തിപ്പെടരുത്. നീ ചെയ്യുന്ന അമലുകൾ അല്ലാ നീ തൃപ്തിപ്പെടണം. യാത്രാവേളയിൽ പോലും ചൊല്ലേണ്ട പ്രാർത്ഥന എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയവരെ കുറിച്ചാണ് ആമുഖത്തിൽ പറഞ്ഞ സൂറത്തു തൗബയുടെ 100-ാമത്തെ വചനം. ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها. മുൻകഴിഞ്ഞു പോയ മുഹാജിറുകളും അൻസ്വാറുകളും റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവരെ പിന്തുടർന്നു വന്നവർ, അവരെ പിന്തുടരേണ്ടവരാണ് വിശ്വാസികളെ നാം എല്ലാവരും. മുഹാജിറുകളെയും അൻസ്വാറുകളെയും പിന്തുടരേണ്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയുള്ളവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂർ സീനാ മലയിൽ തൗറാത്ത് വാങ്ങുവാൻ വേണ്ടി പോകുന്ന സമയത്ത് റഹ്മാനായ റബ്ബ് മൂസാ നബിയോട് ചോദിച്ച ഒരു ചോദ്യം സൂറത്ത് 20-ാം അധ്യായത്തിലെ 84-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്ത് ത്വാഹ. എന്താണ് മൂസാ നബിയോട് ചോദിച്ചത്? വമാ അഅജലക അൻ ഖൗമിക യാ മൂസ, ഇത്ര ധൃതിപ്പെട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്റെ ഖൗമിനെയും വിട്ടുകൊണ്ട്, നിന്റെ സമൂഹത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇവിടെ നീ എന്തിനാ വന്നത് എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി വഅജൽതു ഇലൈക റബ്ബി ലതർദാ. അല്ലാഹ്, നിന്റെ തൃപ്തിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള അടങ്ങാത്ത അഭിനിവേശമാണ്, അതിനുള്ള മോഹവുമായിട്ടാണ് റബ്ബേ ഇവിടെ ഞാൻ നിന്റെ അടുക്കൽ വന്നത്. നിന്റെ തൃപ്തിയാണ്. വിശ്വാസികളെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. റബ്ബിലേക്കുള്ള ഒരു തൃപ്തി, അവനിലേക്കുള്ള ഒരു റിള. അതാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ പലർക്കും നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ വിഷയത്തിൽ. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്ന ഒരു എഴുത്തിൽ കൂടി ഒരു ഉപദേശം തേടുകയാണ്. ഉമ്മ, എന്നെ ഉപദേശിക്കണം. പലവരും നാം കേട്ടതാണ് ഈ സംഭവം. ഉമ്മ, എന്നെ ഉപദേശിക്കണം, അധികമൊന്നും എന്നെ ഉപദേശിക്കരുത്, ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എന്നെ ഉപദേശിക്കണം ഉമ്മ. ആയിഷ റളിയല്ലാഹു അൻഹ കത്തയച്ചു മുആവിയ റളിയല്ലാഹു അൻഹുവിന്, സലാമുൻ അലൈക് അമ്മാ ബഅദ്. നിന്നെ ഉപദേശിക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആവിയ, നിന്നെ ഞാൻ ഉപദേശിക്കുന്നത് പൊന്നാര റസൂലുള്ളാഹിയിൽ നിന്നും കേട്ട ഒരു വചനമാണ്. എനിക്കത് മാത്രമേ നിന്നെ ഉപദേശിക്കുവാനുള്ളൂ. എന്താണ് ഉപദേശം?
ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചും അള്ളാഹുവിന്റെ തൃപ്തി നേടുക. വല്ലാത്തൊരു വാക്കാണ്. ജനങ്ങളുടെ വെറുപ്പ് നേടിയാലും അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക. എങ്കിലോ അതുപോലെ അങ്ങനെ നീ നിന്റെ ജീവിതത്തിൽ ഒരു അടയാളമായി സ്വീകരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്നും അള്ളാഹു നിന്നെ സംരക്ഷിച്ചു കൊള്ളും. പലപ്പോഴും വളഞ്ഞു പോകുന്നത് ഈ വിഷയത്തിലാണ്. പലരുടെയും മുന്നിൽ വിധേയനാകുന്നത് ഈ വിഷയത്തിലാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിൽ തലകുനിച്ചു കൊടുക്കുക. നേതാവെന്ത് പറഞ്ഞാലും അത് സമീഅനാവ അത്തഅന, നേതാവല്ലേ, സംഘടനയല്ലേ, നമ്മുടെ ഉസ്താദല്ലേ. കാരണം അവൻ്റെ തൃപ്തി എന്ന് പറയുന്നത് ഉസ്താദിന്റെ തൃപ്തിയാണ്. അവൻ്റെ തൃപ്തി എന്ന് പറയുന്നത് സംഘടനാ നേതാവാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ അനിഷ്ടം സമ്പാദിച്ചും അള്ളാഹുവിന്റെ ഇഷ്ടം നേടുകയാണെങ്കിൽ ജനങ്ങളെ നിന്റെ അടുക്കൽ അള്ളാഹു കൊണ്ടുവരും. നിന്നെ ആ ജനങ്ങളുടെ അടുക്കലേക്ക് അള്ളാഹു നിന്നെ അപമാനപ്പെടുത്തുകയില്ല എന്നാണ് ഈ ഹദീസിന്റെ സാരാംശം. ഇനി അള്ളാഹുവിന്റെ കോപം സമ്പാദിച്ചും നീ ജനങ്ങളുടെ ഇഷ്ടമാണോ നീ സമ്പാദിക്കുന്നത്? വിശ്വാസികളെ, എന്നോടെന്ന പോലെ ഓരോ വിശ്വാസികളോടും ഹൃദയത്തിൽ കുറിക്കുന്ന വാക്കാണ്. ജീവിതത്തിൽ കൊണ്ട് നടക്കണം വിശ്വാസികളെ. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഉപദേശം പൊന്നാരി നബിയിൽ നിന്നാണ്. ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചിട്ടാണെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുക. അള്ളാഹുവിന്റെ കോപമുണ്ടായാലും ജനങ്ങളുടെ തൃപ്തി നീ ആശിക്കുകയാണെങ്കിൽ നീ അപമാനപ്പെടും. നിന്നെ ജനങ്ങളുടെ മുന്നിൽ നിന്നെ ചപ്പുചവറാക്കി കളയും അള്ളാഹു. ഒരു ഇസ്സത്തും ഉണ്ടാവുകയില്ല, ഒരു അഭിമാനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മുആവിയ, നീ ഭരിക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ റിളായുമാണ്, ജനങ്ങളുടേതല്ല, നാട്ടുകാരുടേതല്ല, കൂട്ടുകാരുടേതല്ല. റബ്ബിന്റെ തൃപ്തിയായിരിക്കണം നീ സ്വീകരിക്കേണ്ടത് എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികൾക്ക് നൽകുന്ന ഉപദേശമാണ്. ആർക്കാണ് സ്വർഗമുള്ളത് വിശ്വാസികളെ? അബാ സഈദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പ്രവാചകർ പറയുകയാണ്, യാ അബാ സഈദ്, മൻ റളിയ ബില്ലാഹ്, ആരാണോ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടത്, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ മതമായിട്ട് ആര് തൃപ്തിപ്പെട്ടുവോ, വബി മുഹമ്മദിൻ നബിയ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി ആര് തൃപ്തിപ്പെട്ടുവോ, വജബത ലഹുൽ ജന്ന, സ്വർഗ്ഗമുണ്ട്. സുനൻ അബീ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിനെ തൃപ്തിപ്പെടുക വിശ്വാസികളെ. പലർക്കും സാധിക്കുന്നില്ല. തൗഹീദ് ഉൾക്കൊണ്ടു, തൗഹീദ് മനസ്സിലാക്കി, ഷിർക്ക് മനസ്സിലാക്കി, ബിദ്അത്ത് മനസ്സിലാക്കി, എന്നാലും മഹല്ലിന്റെ കൂടെ ഒരു മഹബത്ത്, അവിടെ പോയി ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക. ഏതുവരെയാ വിശ്വാസി? ഇത് എന്നോട് പറയുകയാണ്, ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. സ്വന്തത്തിനോട് പറയുന്ന സാരോപദേശമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. എത്ര വരെയാ ഈ ജീവിതം? ഹത്താ സുർത്തുമുൽ മഖാബിർ, അതുവരെയല്ലയോ നമ്മുടെ ജീവിതം? നാം ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നത് പലരുടെയും അതിർത്തി സമ്പാദിച്ചുകൊണ്ടാണ്. പരിസരങ്ങളിൽ ഒരുപാട് മസ്ജിദുകൾ ഉണ്ടായിട്ടും ഖുർആനും സുന്നത്തും ഉണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സലഫി മസ്ജിദിലേക്ക് നാം വന്നുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്നത്. റബ്ബിന്റെ പ്രീതിയാണ് നാം ആഗ്രഹിക്കുന്നത്. ഇവിടെ വരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഭാര്യയ്ക്ക് തൃപ്തി ഉണ്ടാവുകയില്ല, ഒരുപക്ഷെ വേണ്ടപ്പെട്ടവർ നമ്മോട് അനിഷ്ടം കാണിക്കും, എന്നാലും അതിനെയും വകവയ്ക്കാതെ നാം ഈ മസ്ജിദിൽ സാക്ഷിയാകുന്നത് അല്ലാഹ് നിന്റെ തൃപ്തിയാണ് നാം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഉടനീളം ഈ നിലപാട് സ്വീകരിക്കണം വിശ്വാസികളെ. ഒരു ബിദ്അത്തുകൾ കണ്ടാൽ അതിനെ വെറുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ മാധുര്യമാണ്. ഒരു ബിദ്അത്ത് കാണുമ്പോഴേക്കും അവിടെ പോയിക്കൊണ്ട് അവരെ ഒന്ന് പ്രീതിപ്പെടുത്തുവാനായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക ഏത് കാലം വരെയാ? അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിൽ അതിനൊരു സ്ഥാനവുമില്ല വിശ്വാസികളെ. എപ്പോഴാ മരണം പിടികൂടുക? ഖാലു ഫീമ കുൻതും, എന്ത് നിലപാടിലായിരുന്നടോ നീ? നീ ഖുർആൻ മനസ്സിലാക്കിയവനല്ലേ?
നീ ക്ലാസ്സുകളിൽ പങ്കെടുത്തവനല്ലേ, നീ സുന്നത്ത് ഉൾക്കൊണ്ടവനല്ലേ, എന്നിട്ടും നാട്ടുകാരെ തൃപ്തിപ്പെടുത്തുവാൻ നീ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുവല്ലോ എന്ന് റബ്ബ് തആല ചോദിക്കുന്ന ആയത്തുകളാണ്. ഒറ്റപ്പെട്ടു പോയി റബ്ബേ, നാട്ടിൽ ഞാൻ ന്യൂനപക്ഷമാണ് റബ്ബേ, വീട്ടുകാരോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തും. അള്ളാഹുവിന്റെ പ്രയാസമാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എത്ര തന്നെ മനുഷ്യരെ തൃപ്തിപ്പെടുത്തിയാലും വിശുദ്ധ ഖുർആനിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു ആയത്ത് നോക്കൂ. അല്ലയോ പ്രവാചക, വലൻ തർലാ അൻകൽ യഹൂദ് വലൻ നസ്വാറ, നബിയെ, യഹൂദ് ക്രൈസ്തവരെ ഒരിക്കലും നിന്നെ പറ്റി അവർക്ക് തൃപ്തി ഉണ്ടാവുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മാർഗത്തെ നീ അനുധാവനം ചെയ്യുന്നത് വരെ. നോക്കൂ, നീ എത്ര തന്നെ സോപ്പിട്ടുകൊണ്ട് അവരോടൊത്ത് നീ ജീവിച്ചാലും നിന്നെ അവർ പരിഗണിക്കണമെങ്കിൽ നീ അവരുടെ കൂടെ ചെല്ലണം. ഇത് ആരോടുള്ള താക്കീതാ? പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള താക്കീതാണ്. അപ്പോൾ വിശ്വാസികളെ വളരെ ജാഗ്രതയായിരിക്കണം. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, നാട്ടുകാരെയൊക്കെ ഒന്ന് സോപ്പിടുക, ഒന്ന് കുടുംബക്കാരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടി കൊണ്ടുപോവുക. സാധിക്കൂല. എത്ര അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. നിങ്ങൾ എത്ര തന്നെ മുഖസ്തുതി പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിന്നാലും നിങ്ങളെ അവർക്ക് തൃപ്തിപ്പെടണമെങ്കിൽ അവരുടെ മാർഗത്തിൽ നിങ്ങൾ അനുധാവനം ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളെ അവർ തൃപ്തിപ്പെടുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 120-ാമത്തെ ആയത്ത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതം വളരെ അർത്ഥവത്തായതാണ്. എപ്പോഴാണ് നമ്മെ പിടികൂടുക? ഓരോരോ മരണങ്ങൾ, അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. നിങ്ങളുടെ കൂടെയുള്ളവർ നേരത്തെ പോകുന്നത് ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്ക്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം ഒന്ന് മാറ്റ്. മതത്തിന്റെ കാര്യത്തിൽ നേരെ ചൊവ്വയുള്ള നിലപാടോടുകൂടി നീ ജീവിക്കൂ എന്ന് റഹ്മാനായ റബ്ബിന്റെ ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഓരോ മരണങ്ങളും നമ്മുടെ മുന്നിൽ കടന്നു പോകുന്നത്. ദീനിന്റെ യഥാർത്ഥ മാർഗത്തിൽ കൂടി ജീവിക്കുവാനും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാനും റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.